അടുത്ത ദിവസം ജയകൃഷ്ണൻ കോളേജിലേക്ക് പോയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അവൻ അവധിയെടുത്തു. അവൻ നേരെ പോയത് ദേവൂട്ടിക്കുള്ള താലിമാലയും ഡ്രസ്സും വാങ്ങാനായിരുന്നു. അവൻ തന്നെയാണ് അതെല്ലാം സെലക്ട് ചെയ്തത്. താലി പണിയാൻ കൊടുത്തു. ശേഷം ഡ്രസ്സുകളും എടുത്ത് സന്ധ്യയോടെ അവൻ വീട്ടിൽ തിരിച്ചെത്തി. ഈ സമയം ചെമ്പകശ്ശേരിയിൽ എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹാളിലേക്ക് കയറി വന്ന ജയകൃഷ്ണന്റെ കയ്യിലെ സ്വർണത്തിൻ്റെയും ഡ്രസ്സുകളുടെയും കവറുകളിരിക്കുന്നത് അവരെല്ലാവരും കണ്ടിരുന്നു. അതോടെ അവരുടെ ഓരോരുത്തരുടെയും മുഖത്തെ ഓ എന്നൊരു എക്സ്പ്രഷൻ വന്നു. ഒപ്പം വിവാഹ ഡ്രസ്സും ആഭരണവും ആയിരിക്കും എന്നൊരു ഭാവമായിരുന്നു. എന്നാൽ അവിടെയിരുന്ന തൻ്റെ വീട്ടുകാരെ ആരെയും ശ്രദ്ധിക്കാതെ ജയകൃഷ്ണൻ അതുമായി മുകളിൽ തൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തി ഡ്രസ്സും സാധനങ്ങളും മേശപ്പുറത്ത് വച്ചതിന് ശേഷം കുളിച്ച ഡ്രസ്സ് മാറി താഴെയെത്തി നാണിയമ്മയോട് ഒരു കാപ്പി വാങ്ങി. അതും കുടിച്ചുകൊണ്ട് ഹാളിൽ തൻ്റെ വീട്ടുകാർക്കൊപ്പം വന്നിരുന്നു. അതോടെ അവിടെ എല്ലാവരും നിശബ്ദരായി. ജയകൃഷ്ണന്റെ നേർക്ക് അവനെ നോക്കിയതല്ലാതെ ആരും അവനോട് ഒന്നും മിണ്ടിയതേയില്ല. അങ്ങനെ അല്പസമയം കഴിഞ്ഞതും ജയകൃഷ്ണൻ വന്ദനയെ വിളിച്ചു. വന്ദന. അതുകേട്ട് വന്ദന എന്താണെന്ന അർത്ഥത്തിൽ ജയകൃഷ്ണന്റെ നേർക്കൊന്ന് നോക്കി. എന്നാൽ ഇവിടെ ജയകൃഷ്ണൻ വന്ദനയെ വിളിക്കുന്നത് കേട്ട് മറ്റുള്ളവരും ജയകൃഷ്ണനെ ശ്രദ്ധിക്കാതിരുന്നില്ല. അവരും അവനെ ഒന്ന് നോക്കി. എന്നാൽ ജയകൃഷ്ണൻ അത് ശ്രദ്ധിക്കാതെ വന്ദനയോടെ, എൻ്റെ മുറിയിലെ ടേബിളിനു മേൽ കുറച്ച് കവറുകൾ ഇരിക്കുന്നുണ്ട്. നീ പോയി അതൊന്ന് എടുത്തിട്ട് വാ. അത് കേട്ടതും വന്ദന ജയകൃഷ്ണന്റെ മുറിയിലേക്ക് നടന്നു. അവിടെയെത്തി ജയകൃഷ്ണൻ പറഞ്ഞതുപോലെ ടേബിളിന് മുകളിൽ കുറേ കവറുകൾ ഇരിക്കുന്നത് കണ്ടു. അതെടുത്തു മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി താഴെ ജയകൃഷ്ണന്റെ അടുത്തെത്തി. അതോടെ ജയകൃഷ്ണൻ ആ കവറുകൾ എല്ലാം വാങ്ങി തനിക്ക് മുന്നിലിരുന്ന ടേബിളിന് മുന്നിൽ വെച്ചു. ഈ സമയം വന്ദന ജയകൃഷ്ണന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ജയകൃഷ്ണൻ ആ ടേബിളിൽ വെച്ച കവറുകളിൽ നിന്നും ഒരു കവർ എടുത്തു. അടുത്തുനിന്ന വന്ദനയുടെ നേർക്ക് നീട്ടിക്കൊണ്ട്, ഇത് ഈ ഏട്ടൻ്റെ വക എൻ്റെ അനിയത്തിക്കുള്ള വിവാഹ സമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ കവർ വന്ദനയുടെ കൈകളിലേക്ക് കൊടുത്തു. വന്ദന അത് വാങ്ങി ജയകൃഷ്ണന്റെ മുഖത്തേക്കും ഒപ്പം മറ്റുള്ളവരുടെ നേർക്കും ഒന്ന് നോക്കി. ഈ സമയം വന്ദനയുടെ മുഖത്തെ സന്തോഷം കൊണ്ടാണോ അതോ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റബോധവും ചമ്മലും കൊണ്ടാണോ അറിയില്ല, മുഖം വല്ലാതെ ലഭ്യമായ രീതിയിലായിരുന്നു. എങ്കിലും തൻ്റെ ജയേട്ടൻ തനിക്ക് നൽകിയ ആ സമ്മാനപ്പൊതിയിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവൾ ജയകൃഷ്ണൻ അവൾക്ക് നൽകിയ ആ സമ്മാനപ്പൊതി തുറന്നു നോക്കുന്നു. അപ്പോൾ കണ്ടു ആ കവറിനുള്ളിൽ ചെറുതും വലുതുമായ 2 ബോക്സുകൾ. അവൾ അത് പുറത്തേക്കെടുത്തു. തുടർന്ന് അവൾ വലിയ ബോക്സാണ് ആദ്യം തുറന്നത്. ആ വലിയ ബോക്സിനുള്ളിൽ ഒരു പട്ടുസാരിയായിരുന്നു. അവൾ അത് പുറത്തെടുത്തു. തുടർന്ന് അതിൻ്റെ വില നോക്കി. അപ്പോൾ കണ്ടു സ്റ്റിക്കറിൽ അതിൻ്റെ വില 1,00,000. വന്ദന ഒന്ന് ഞെട്ടി. ആ ഞെട്ടലോടെ തന്നെ അവൾ ജയകൃഷ്ണന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഈ സമയം ഞെട്ടലോടെ തന്നെ നോക്കി നിൽക്കുന്ന അനുജത്തിയെ നോക്കി ഒരു ചെറുപുഞ്ചിരിയോടെ ഇരിക്കുകയാണ് ജയകൃഷ്ണൻ. തുടർന്ന് വന്ദന അടുത്തതായി ആ ചെറിയ പെട്ടി തുറന്നു നോക്കി. ഇക്കുറി അതിനുള്ളിലിരിക്കുന്ന സമ്മാനം കണ്ട് അവൾ ശരിക്കും ഞെട്ടി. അതുകൊണ്ട് തന്നെ അവൾ അറിയാതെ ഹായ് എന്ന് ഉച്ചത്തിൽ വെച്ചുപോയി. തുടർന്ന് ഹായ്, ഇതെന്തു സമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ളിലിരുന്ന ആ സമ്മാനം കയ്യിലെടുത്തു തൻ്റെ കഴുത്തിലേക്ക് വെച്ചു കൊണ്ട് അമ്മ ഭഗീരഥിയെ വിളിച്ചു. അമ്മേ, ഇത് കണ്ടോ, ഡയമണ്ടിൻ്റെ നെക്ലേസ് ജയേട്ടൻ എനിക്ക് വാങ്ങിത്തന്നതാണ് എന്ന് പറഞ്ഞ് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ തുള്ളിച്ചാടി. അവളുടെ ആ സന്തോഷം കണ്ട് ജയകൃഷ്ണനടക്കം അവിടെ എല്ലാവരും അവളെ തന്നെ നോക്കി ഇരിക്കുകയാണ്. അങ്ങനെ വന്ദനയെ നോക്കിയിരിക്കുന്ന ജയകൃഷ്ണന്റെ മനസ്സിൽ ഒരു നിമിഷം സന്തോഷവും അതിലുപരി ചെറിയൊരു സങ്കടവും തോന്നി. തുടർന്ന് ഇത്രയേയുള്ളൂ തൻ്റെ അനിയത്തിക്കുട്ടി, ഒരു പൊട്ടിപ്പെണ്ണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ചിരിച്ചു. എന്നാൽ വന്ദനയുടെ സന്തോഷം അപ്പോഴും അടങ്ങിയിരുന്നില്ല. അവൾ ആ നെക്ലേസ് തിരികെ ബോക്സിലേക്ക് വച്ചതിന് ശേഷം ജയകൃഷ്ണന് വാങ്ങിയ ആ പട്ടുസാരി എടുത്ത് തൻ്റെ അമ്മയെയും അച്ഛനെയും മൂത്ത ചേട്ടനെയും കാണിച്ചുകൊണ്ട്, ദേ ഇതിൻ്റെ വില കണ്ടോ, 1,00,000 രൂപയാണ്. അത് കേട്ട മറ്റു 3 പേരും
ഒന്ന് അമ്പരന്നു പോയി. ഒപ്പം അത് പുറത്തു കാട്ടാതെ അവർ അങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത്. ഈ സമയം വന്ദന തനിക്ക് കിട്ടിയ ആ സമ്മാനങ്ങളെല്ലാം അതാത് പെട്ടികളിലാക്കി കവറിനുള്ളിൽ എടുത്തു വെച്ചു. ഈ സമയം ജയകൃഷ്ണൻ വന്ദനയോടെ, ആ 3 കവറുകളിലും ഇരിക്കുന്ന സാധനങ്ങൾ അത് അച്ഛനും അമ്മയ്ക്കും ഏട്ടനുമുള്ളതാണ്. അതെടുത്ത് നീ തന്നെ അവർക്ക് കൊടുക്ക് എന്ന് പറയുന്നു. ഇടയ്ക്ക് അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള കവറുകളുടെ നിറവും അവൻ വന്ദനയോട് പറഞ്ഞു. അതേ തുടർന്ന് വന്ദന ടേബിളിലിരുന്ന ആ 3 കവറുകളും കയ്യിലെടുത്തുകൊണ്ട് അവൾ ആദ്യം പോയത് ജയനന്ദൻ്റെ അടുത്തേക്കായിരുന്നു. കയ്യിലിരുന്ന ആ കവറുകളിൽ നിന്നും ജയകൃഷ്ണൻ പറഞ്ഞ കവറെടുത്ത് അവൾ ജയനന്ദൻ്റെ നേർക്കു നീട്ടി. ഈ സമയം അത് നോക്കി അവനു പിന്നിലിരുന്ന ജയകൃഷ്ണൻ ജയനന്ദനോട്, ഇത് എൻ്റെ വക ജയേട്ടനുള്ള എൻ്റെ വിവാഹ സമ്മാനമാണ് എന്ന് പറയുന്നു. ജയകൃഷ്ണൻ്റെ ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം ജയനന്ദൻ തൻ്റെ അനിയൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. തുടർന്ന് വന്ദനയുടെ നേർക്കും. ഈ സമയം വന്ദന തൻ്റെ കയ്യിലിരുന്ന ആ കവർ ജയകൃഷ്ണൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നു. ഈ സമയം ജയകൃഷ്ണൻ വീണ്ടും തുടർന്നു, ആ കവറിനുള്ളിൽ വാണിയേട്ടത്തിക്കുള്ള എൻ്റെ വക ഒരു ചെറിയ സമ്മാനം കൂടിയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ജയകൃഷ്ണൻ നന്ദനോട് അത് പറയുമ്പോൾ തന്നെ വന്ദന തൻ്റെ കയ്യിലിരുന്ന 2 കവറുകളുമായി ഭഗീരഥിയുടെയും നമ്പ്യാരുടെയും അടുത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. തുടർന്ന് അവർക്ക് രണ്ടാൾക്കും കയ്യിലിരുന്ന ആ കവറുകൾ നീട്ടി. ആദ്യം ഇരുവരും അത് വാങ്ങാൻ ചെറുതായൊന്ന് വിസമ്മതിച്ചുവെങ്കിലും വന്ദന അത് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണുണ്ടായത്. ഈ സമയം ജയകൃഷ്ണൻ വീണ്ടും തുടർന്നു, ഇത് എൻ്റെ വിവാഹത്തിന് ഞാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും നൽകുന്ന ഒരു സ്നേഹമാണ് എന്ന് പറയുന്നു. ശേഷം അവൻ വീണ്ടും തുടർന്നു, കാലങ്ങൾക്ക് ശേഷം ചെമ്പകശ്ശേരിയിൽ വലിയൊരു ആഘോഷം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ ഒരു സ്നേഹമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയത്. പിന്നെ നിങ്ങൾ എന്നെ മറന്നാലും എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ലല്ലോ. കാരണം നിങ്ങളുടെയും എൻ്റെയും സിരകളിലോടുന്ന രക്തം അതൊന്നാണെന്ന ബോധം എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിടത്തോളം കാലം ആ കാര്യം ഞാൻ മറക്കാൻ പാടില്ല. പിന്നെ ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ മനസ്സുകളിൽ ഞാൻ നിങ്ങളെ ചെറുതാക്കിയെന്നും തോന്നേണ്ട. ഞാനൊരു സത്യം പറഞ്ഞു, അത്രയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ്റെ മുറിയിലേക്ക് പോയി. ജയകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ ചില സത്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. വിവാഹത്തിന് തൻ്റെ വീട്ടുകാർ ഡ്രസ്സും ആഭരണവും എടുക്കാൻ അവനെ വിളിക്കാതെയാണ് പോയത്. എന്നാൽ അതിൻ്റെ കാരണം അതെന്താണെന്ന് മനസ്സിലാക്കാം. പക്ഷേ വീട്ടിലെല്ലാവർക്കും ഡ്രസ്സും ആഭരണവും വാങ്ങി വന്ന അവർ ജയകൃഷ്ണനു വേണ്ടി ഒരു കർച്ചീഫോ ഒരു നുള്ളു സ്വർണമോ അവനെന്ന് പറഞ്ഞു ആരും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് ജയകൃഷ്ണൻ്റെ മനസ്സിന് ഒരുപാട് നൊമ്പരമാണ് ഉണ്ടാക്കിയത്. ഒപ്പം അവൻ്റെ മനസ്സിൽ ഈ ഒരു വിവാഹത്തോടെ തൻ്റെ വീട്ടുകാർക്കെല്ലാം താൻ അന്യനായി തീർന്നിരിക്കുന്നു എന്നൊരു സത്യവും അവൻ മനസ്സിലാക്കുന്നു. തൻ്റെ മനസ്സിൽ ദേവൂട്ടിക്ക് വേണ്ടി വാശി പിടിക്കുമ്പോഴും അതിൻ്റെ പേരിൽ തൻ്റെ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ടി വന്നതിൻ്റെ വിഷമം തെല്ലൊന്നുമായിരുന്നില്ല അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് മറ്റാരും മനസ്സിലാക്കിയിരുന്നില്ല. ജയകൃഷ്ണൻ അവിടെ നിന്നും പോയിക്കഴിഞ്ഞതും നമ്പ്യാരും ഭഗീരഥിയും ജയനന്ദനും തങ്ങളുടെ കയ്യിലിരുന്ന ആ കവർ തുറന്നു നോക്കി. അപ്പോൾ കണ്ടു കവറിനുള്ളിൽ ചെറിയ 2 ബോക്സുകൾ. ആ 2 ബോക്സുകൾക്കുള്ളിലും ഓരോ ജോഡി ഡ്രസ്സും സ്വർണവുമായിരുന്നു. നന്ദന് കിട്ടിയത് സിൽവർ കരയുള്ള മുണ്ടും അതിന് ചേരുന്ന ഷർട്ടും ഒരു കൈച്ചെയിനുമായിരുന്നുവെങ്കിൽ ശേഖരൻ നമ്പ്യാർക്ക് കിട്ടിയത് ഗോൾഡൻ കര മുണ്ടും അതിന് ചേരുന്ന ഷർട്ടും ഗോൾഡിൻ്റെ തന്നെ മുത്തുമണി മാലയുമായിരുന്നു. ഭഗീരഥിക്ക് ആയിരുന്നു ഏറ്റവും വില കൂടിയ ഡ്രസ്സ്. കാരണം എംബ്രോയ്ഡറി വർക്കുകളോട് കൂടിയ ഒരു സെറ്റ് സാരിയായിരുന്നു അമ്മ ഭഗീരഥിക്കായി വാങ്ങിയത്. ഒപ്പം ഗോൾഡിൻ്റെ തന്നെ കരിമണി മാലയും. ഇത്രയുമായിരുന്നു ജയകൃഷ്ണൻ തൻ്റെ വീട്ടുകാർക്ക് നൽകിയ അവൻ്റെ സമ്മാനങ്ങൾ. ഈ സമ്മാനങ്ങളും തൻ്റെ പെണ്ണിനുള്ള ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ കൂടി എടുക്കാൻ അവന് നല്ലൊരു തുക തന്നെ ചെലവായി. അവൻ നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യത്തിൻ്റെ നേർപകുതിയായിരുന്നു ഒക്കെ കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ. എന്നാൽ ഇവിടെ ജയകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും
തങ്ങൾക്ക് കിട്ടിയ ആ സമ്മാനം കണ്ട് 4 പേരും എന്തു പറയണമെന്നറിയാതെ നിശബ്ദരായിത്തീർന്നു. ഈ സമയം അവിടെ നിന്നും എഴുന്നേറ്റുപോയ ജയകൃഷ്ണൻ തൻ്റെ മുറിയിലെത്തി മറ്റൊരു കവറുമായി തിരിച്ചെത്തുന്നു. ആ കവറുമായി അവൻ നേരെ പോയത് അടുക്കളയിലേക്കായിരുന്നു. അവിടെയെത്തി നാണിയമ്മയെ വിളിച്ചു. നാണിയമ്മേ. അത് കേട്ട് അവർ ജയകൃഷ്ണൻ്റെ നേർക്കു നോക്കി. ഈ സമയം ജയകൃഷ്ണൻ തൻ്റെ കയ്യിലിരുന്ന ആ കവർ നാണിയമ്മയുടെ കൈകളിലേക്ക് വച്ചു കൊടുത്തു കൊണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, ഇത് എൻ്റെ നാണിയമ്മയ്ക്ക് ഈ ജയകുഞ്ഞിൻ്റെ വിവാഹ സമ്മാനമാണ്. അത് കേട്ട നാണിയമ്മ ഒരു നിമിഷം ജയകൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നുപോകുന്നു. അങ്ങനെ അവനെ നോക്കി നിൽക്കുന്ന അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ട ജയകൃഷ്ണൻ, ഏയ് ഇതെന്തു പറ്റി, കരയുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ജയകൃഷ്ണൻ നാണിയമ്മയെ തന്നോട് ചേർത്ത് പിടിക്കുന്നു. ശേഷം വീണ്ടും തുടർന്നു, ദേ വിവാഹം കഴിഞ്ഞ് എൻ്റെ പെണ്ണിങ്ങു വരും. എൻ്റെ പെണ്ണ് വന്നു കഴിഞ്ഞാൽ നാണിയമ്മയായിരിക്കണം അവളുടെ അമ്മ. എന്നെ നോക്കുന്നതിനേക്കാൾ ശ്രദ്ധയോട് വേണം അവളെ നോക്കാൻ. കാരണം അറിയാമല്ലോ, അവളൊരു ഊമക്കുട്ടിയാണ്. അതിനുള്ള ഒരു കൈമുടക്ക് കൂടിയാണ് ഇത്, ജയകൃഷ്ണൻ പറയുന്നു. അത് കേട്ടത് നാണിയമ്മ, എന്താ കുഞ്ഞേ ഈ പറയുന്നത്? ഈ വീട്ടിലെ മറ്റാരേക്കാളും എനിക്കറിയാവുന്ന എൻ്റെ ഈ മോനല്ലേ നീ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പൊട്ടിക്കരഞ്ഞു പോകുന്നു. അത് കണ്ട ജയകൃഷ്ണൻ, എനിക്കൊരു തമാശ പോലും പറയാൻ കഴിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ നാണിയമ്മയെ സമാധാനപ്പെടുത്തി. ഈ വീട്ടിൽ എന്നെ ഏറ്റവും നന്നായി അറിയാവുന്ന, എൻ്റെ ഇഷ്ടങ്ങൾ നന്നായി അറിയാവുന്ന ഒരേ ഒരാൾ അത് ഈ നാണിയമ്മയാണ്. നാണിയമ്മയ്ക്ക് മാത്രമാണ് എന്നെ അറിയാവുന്നത്. നാണിയമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ പോറ്റമ്മ തന്നെയാണ് നാണിയമ്മ എനിക്ക്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഊമക്കുട്ടിക്ക് നാണിയമ്മ പോറ്റമ്മയാകണം. അതുണ്ടാകും കുഞ്ഞി. ഈ നാണിയമ്മ ജീവനോട് ഈ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ ആയിട്ടല്ല അമ്മയായിട്ട് തന്നെ നാണിയമ്മ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും, തീർച്ച. എനിക്ക് ഇത് കേട്ടാൽ മതി നാണിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ അവിടെ നിന്നും തിരികെ അവൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയതും കട്ടിലിലേക്കിരുന്നു. അങ്ങനെ കട്ടിലിലേക്കിരുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ അല്പം മുമ്പ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ അറിയില്ല, അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. അതേ തുടർന്ന് അവൻ അലമാരയിൽ നിന്നും അവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ദേവൂട്ടിയുടെ ഫോട്ടോ കയ്യിലെടുത്തു. അതിലേക്ക് നോക്കി കുറേ നേരം ഇരുന്നു. ഒടുവിൽ അവൻ്റെ മനസ്സിലെ അലയടിച്ച ആ സങ്കടങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഫോട്ടോയിൽ നോക്കി അവളോട് പറയുന്നു. തുടർന്ന് മനസ്സിലെ സങ്കടം തെല്ലൊന്നു കുറഞ്ഞതും ആ ഫോട്ടോ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജയകൃഷ്ണൻ കട്ടിലിലേക്ക് കിടന്നു. അങ്ങനെ കണ്ണുകളടച്ച് കിടക്കുന്ന ജയകൃഷ്ണൻ്റെ മുറിയിലേക്ക് വന്ദനയെത്തി. അവൾ ജയകൃഷ്ണനെ വിളിച്ചു, ജയേട്ടാ. ആ വിളി കേട്ടതും ഒരു ഞെട്ടലോടെ ജയകൃഷ്ണൻ പെട്ടെന്ന് കണ്ണു തുറന്നു കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. അപ്പോഴും ദേവൂട്ടിയുടെ ആ ഫോട്ടോ അവൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരുന്നു അവൻ. അത് വന്ദനയും ശ്രദ്ധിച്ചിരുന്നു. കട്ടിലിൽ എഴുന്നേറ്റ് ഇരുന്ന ജയകൃഷ്ണൻ പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് എന്തിനാണ് തന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. ഈ സമയം വന്ദന, അതേ ജയേട്ട, അവിടെ എല്ലാവർക്കും ജയേട്ടൻ ആ പെൺകുട്ടിക്ക് വാങ്ങിയ താലിയും മാലയും ഡ്രസ്സും ഒന്ന് കാണണമെന്ന്. അത് വാങ്ങാൻ വന്നതാണ് ഞാൻ. എന്നാലിവിടെ വന്ദന പറഞ്ഞ ഇക്കാര്യങ്ങളെല്ലാം ശുദ്ധ നുണയായിരുന്നു. ദേവൂട്ടിക്ക് വാങ്ങിയ താലിയും മാലയും ഡ്രസ്സും കാണാൻ കൂടുതൽ ആഗ്രഹിച്ചത് അമ്മ ഭഗീരഥിയും മകൾ വന്ദനയുമായിരുന്നു. കാരണം വിവാഹ സമ്മാനമായി തങ്ങൾക്ക് ഇത്രയും വില കൂടിയ സമ്മാനം തന്ന നിലയ്ക്ക് ജയകൃഷ്ണൻ തൻ്റെ ജീവനേക്കാൾ കൂടുതലായി സ്നേഹിക്കുന്ന ദേവൂട്ടിക്ക് ഇതിലും വില കൂടിയ സാധനങ്ങൾ ആയിരിക്കില്ലേ വാങ്ങിയിരിക്കുക. അങ്ങനെയെങ്കിൽ അവൾ വരുന്നതിന് മുമ്പ് അതെല്ലാം ഒന്ന് നേരിട്ട് കാണണമെന്ന് കരുതി വന്നതായിരുന്നു വന്ദന. അതിനുള്ള ഒരു തന്ത്രമായിരുന്നു അവൾ ആദ്യം ജയകൃഷ്ണനോട് പറഞ്ഞ ആ ഒരു നുണക്കഥ. എന്നാൽ ഇവിടെ വന്ദന തന്നോട് ആവശ്യപ്പെട്ട കാര്യം കേട്ട് ജയകൃഷ്ണൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നിന്നു. തുടർന്ന് വന്ദനയോടെ അവൾ ആവശ്യപ്പെട്ട സാധനവുമായി താൻ വന്നുകൊള്ളാമെന്നും വന്ദന താഴേക്ക് പൊയ്ക്കൊള്ളാനും പറയുന്നു. അതോടെ വന്ദന താഴേക്ക് നടന്നു. അല്പം കഴിഞ്ഞതും ജയകൃഷ്ണൻ താഴേക്ക് വന്നു. പടികളിറങ്ങി താഴേക്ക് നടന്നു വരുന്ന ജയകൃഷ്ണൻ്റെ കയ്യിൽ വന്ദന ആവശ്യപ്പെട്ടു വന്ന ആ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ജയകൃഷ്ണൻ
താഴെ എത്തിയതും വന്ദന ഓടി വന്നു ജയകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും ആ കവറുകൾ വാങ്ങി. ആ കവറിനുള്ളിലിരുന്ന പെട്ടികൾ പുറത്ത് എടുത്ത് അങ്ങനെ എടുത്ത ബോക്സിൽ നിന്നും അവൾ ആദ്യം കാണാനായി തുറന്നത് സ്വർണ്ണപ്പെട്ടിയായിരുന്നു. അവൾ അത് തുറന്നു. ആ ബോക്സിനുള്ളിലിരുന്ന മാല എടുത്തു. അവൽമണി പാഷനായിരുന്നു ജയകൃഷ്ണൻ ദേവൂട്ടിക്ക് എടുത്ത താലിമാല. നല്ല കനവും നീട്ടവുമുള്ള ഒരു മാല. മാലയുടെ ആ തൂക്കം കണ്ട് വന്ദന ജയകൃഷ്ണനോട് ആ മാല എത്രയാണെന്ന് ചോദിച്ചു. വന്ദനയുടെ ആ ചോദ്യം കേട്ട ജയകൃഷ്ണൻ പെട്ടെന്ന് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ചേട്ടൻ്റെയും നേർക്കൊന്ന് നോക്കി. ശേഷം വന്ദനയോട്, ഇത് 7.5 പവനുണ്ട്, താലി 1 പവനും, രണ്ടും കൂടി 8.5 പവൻ, ജയകൃഷ്ണൻ പറയുന്നു. അത് കേട്ടതും വന്ദനയൊന്ന് ഞെട്ടി. ഒപ്പം ഓ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ താലി എവിടെ എന്ന് ചോദിക്കുന്നു. ഈ സമയം ജയകൃഷ്ണൻ തുടർന്നു, താലി പണിയിക്കാൻ കൊടുത്തു, എന്നാൽ താലിയുടെ പാഷൻ അതെൻ്റെ കയ്യിലുണ്ട്. തുടർന്ന് അവൻ കയ്യിലിരുന്ന ആ താലിയുടെ പാഷൻ അവളെ കാണിച്ചു. ആലിലയിൽ ജയകൃഷ്ണൻ്റെ പേരെഴുതിയ ഒരു താലി. അതായിരുന്നു ജയകൃഷ്ണൻ അവൻ്റെ ദേവൂട്ടിക്കായി വാങ്ങിയ താലിയുടെ പാഷൻ. വന്ദനയ്ക്ക് അതും ഇഷ്ടപ്പെടുന്നു. അത് അവൾ ജയകൃഷ്ണനോട് പറയുകയും ചെയ്തു. തുടർന്ന് അവൾ മന്ത്രകോടിയും കണ്ടു. കായാമ്പൂ നിറമായിരുന്നു മന്ത്രകോടിക്ക്. അങ്ങനെ ജയകൃഷ്ണൻ ദേവൂട്ടിക്ക് വാങ്ങിയ താലിമാലയും മന്ത്രകോടിയും എല്ലാം കണ്ടു കഴിഞ്ഞതും വന്ദന എല്ലാവരും കേൾക്ക് ജയകൃഷ്ണനോട്, ജയേട്ടന് നല്ല സെലക്ഷൻ ഉണ്ട്, സെലക്ഷൻ ചെയ്യാനും അറിയാം. കണ്ടില്ലേ, ജയേട്ടൻ വാങ്ങിയ എല്ലാ സാധനങ്ങളും കാണാൻ നല്ല സൂപ്പറും ഭംഗിയുമാണ്. അത് കേട്ട ജയകൃഷ്ണൻ വീണ്ടും മറ്റുള്ളവരെ നേർക്ക് ഒന്ന് നോക്കി. ശേഷം എല്ലാം എടുത്തുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു. അങ്ങനെ മുറിയിലേക്ക് നടക്കുന്ന ജയകൃഷ്ണൻ്റെ മനസ്സിൽ, നിന്റെ ജയേട്ടൻ്റെ സെലക്ഷനെല്ലാം കാണാൻ ഭംഗിയാണ് എന്ന് ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചു തന്നല്ലോ. അങ്ങനെ ഇതുപോലെ സെലക്ഷൻ ചെയ്തതാണ് എൻ്റെ ഊമക്കുട്ടിയെയും. നീ അവളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നിന്റെ മനസ്സിൽ അവളോട് തോന്നിയിരിക്കുന്ന എല്ലാ വിരോധവും മാറും. തീർച്ചയാണ് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പതിയെ നടന്നു. ഈ സമയം വന്ദന, ഹോ, ജയേട്ടനെ പോലെയുള്ള ഒരാളിനെ ഭർത്താവായി കിട്ടിയത് ആ പൊട്ടിപ്പെണ്ണിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. കണ്ടില്ലേ, അവളുടെ കുടുംബത്തിൽ നിന്നും ഒന്നും കിട്ടില്ല എന്നുറപ്പുണ്ടായിട്ടും അവൾക്കെടുത്ത താലിയും മാലയും കൂടി 8.5 പവൻ, പിന്നെയോ ഡ്രസ്സോ ലക്ഷങ്ങൾ വിലയുള്ളതും. എന്താണേലും അവൾ നല്ല ഭാഗ്യമുള്ളവളാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ടിരിക്കാൻ കഴിയില്ല. അത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ തരത്തിലും ജയേട്ടൻ നമ്മളെ എല്ലാം കടത്തി വെട്ടിയിരിക്കുകയാണ്. ഈ സമയം വന്ദന പറഞ്ഞതെല്ലാം കേട്ട് മറ്റു 3 പേരും അഭിപ്രായങ്ങളൊന്നും പറയാതെ നിശബ്ദരായി ഇരിക്കുകയാണ്. ഒടുവിൽ ആ യോഗവും പിരിഞ്ഞ് 3 ആളും അവിടെ നിന്നും അവരവരുടെ മുറികളിലേക്ക് നടന്നു.